അതിരാവിലെ പലപ്പോഴും ഞാൻ മനോരമ ന്യൂസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കൊട്ടാരൻ റോഡിലൂടെ നടക്കും. മനോരമയുടെ ഓഫീസ് അതിന് തൊട്ടടുത്താണ്. ഈ രാവിലെ 6:30 മണിക്കൊക്കെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കൂടെ അകമ്പടിക്കോ കൂടെ കൂട്ടുകൂടാനൊന്നും ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒരു 6-6:30 മണിക്ക് അദ്ദേഹം ആ കൊട്ടാരൻ റോഡിലൂടെ മുണ്ടും പൊക്കി മുണ്ടും മടക്കിക്കുത്തി ചിലപ്പോൾ ഒരു കുറ്റി ബീഡി അദ്ദേഹത്തിന്, ഒരു മുറിബീഡി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും. അത് അദ്ദേഹം വളരെ പ്രായമായിട്ട് 86, 89, 90 വയസ്സായിട്ടും അദ്ദേഹത്തിന് ഒരു മുറിബീഡി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ആ മുറിബീഡിയുടെ ഏകാന്തത അദ്ദേഹം എപ്പോഴും അനുഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും കഥകളുടെയും എഴുത്തിൻ്റെയും ഒക്കെ ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു മുറിബീഡിയും അതിൻ്റെ പുകയും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞു വന്നതുപോലെ രഞ്ജിത്ത് നേരത്തെ മഞ്ഞിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മടക്കയാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിലൂടെ. കാത്തിരിപ്പിനെ കുറിച്ചാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞത്. മലയാളി വായിക്കും തോറും എൻ്റെ കാത്തിരിപ്പിനൊരു സൗന്ദര്യമുണ്ട് എന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോ എഴുത്തിലും എല്ലാവർക്കും ബന്ധപ്പെടുത്തിയെടുക്കാൻ അവനവനെ തന്നെ കാണാൻ കഴിയുന്ന രീതിയിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കാത്തിരുത്തുകയാണ്. ഇനിയൊരു MT ശൈലി അല്ലെങ്കിൽ MT ശൈലിയിലുള്ള വരികൾ പുതുതായി നമ്മളെ തേടിയെത്തില്ല. ഇതുവരെയുള്ള വരികൾക്കിടയിൽ നമുക്കിനിയും അലയേണ്ടി വരും എന്ന ഒരു രീതിയിലേക്ക് മലയാളി മാറുക കൂടിയല്ലേ രഞ്ജിത്ത്? തീർച്ചയായും സുജ, 54 മുതൽ എത്ര തലമുറകളെയാണ് അദ്ദേഹം വായിപ്പിച്ചിട്ടുള്ളത് നോക്കൂ. 54 അദ്ദേഹം എഴുതി തുടങ്ങുമ്പോൾ 4 കെട്ട് അദ്ദേഹം എഴുതുന്ന സമയത്ത് നമ്മളാരും ജനിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. പക്ഷേ ആ 4 കെട്ട് വായിച്ചാണ് നമ്മളൊക്കെ വായിക്കാൻ പഠിച്ചത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ മലയാള ഭാഷയെ സമ്പന്നമാക്കിയെന്നില്ല, മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളത് കൂടി ഈ എഴുത്തുകാരൻ്റെ മഹത്വമാണ് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം ടി പത്മനാഭനും MT വാസുദേവൻ നായരും മാധവിക്കുട്ടിയുമായിരുന്നു മലയാളിയുടെ ആധുനിക കഥാസാഹിത്യത്തിന് ഒരു ഊടും പാവും നെയ്തെടുത്ത് ആ ആധുനിക കഥാസാഹിത്യത്തിനൊരു അടിസ്ഥാന ശിലയിട്ട് കൊടുത്തത്. ഇവരെ 3 പേരെയും വായിച്ചാണ് നമ്മൾ പിന്നീട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയിലേക്കും അങ്ങനെയുള്ള ഒരു എഴുത്തിൻ്റെ മറ്റൊരു നിരയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ എന്നിട്ടും നമുക്ക് ആ MTക്കും ടി പത്മനാഭനും മാധവിക്കുട്ടിക്കും ശേഷം എത്ര നിരകൾ പിന്നീട് വന്നു. ഇപ്പോൾ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രേമനഗരമൊക്കെ എഴുതുന്ന ബിനു പുതുപ്പണം ഉൾപ്പെടെ ഏറ്റവും ഉത്തരാധുനികരായ എഴുത്തുകാരും ഏറ്റവും പുതിയ എഴുത്തുകാരും വന്നു. എന്നിട്ടും നമ്മളൊക്കെ MTയെ വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളികൾ വായന തുടങ്ങുമ്പോൾ MTയെ ഓർക്കുന്നു എന്നുള്ളത് തന്നെ ആ മഹാ അത്ഭുതത്തിൻ്റെ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ചാൽ മതിയാവില്ല. ആ മഹാത്ഭുതത്തിൻ്റെ ഒരു മുന്നിൽ ശിരസ് നമിച്ചു നിൽക്കാൻ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ഒരു മഹാമേരുവിന് മുമ്പിൽ നിൽക്കുന്ന പോലെയാണ് പലപ്പോഴും എത്ര വലിയ എഴുത്തുകാരനായാലും. അതിപ്പോൾ വേദിയിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും MT വാസുദേവൻ നായർ വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് MT കടന്നു വരുന്നു എന്നുള്ളത് ആ വേദിയെ മുഴുവൻ ഗൗരവപ്പെടുത്തുന്നൊരു കാര്യമായിരുന്നു. ആ വേദിക്ക് കുറച്ചുകൂടി ഗൗരവം കൊടുക്കുകയും മഹത്വം കൊടുക്കുകയും ആ വേദി തന്നെ എത്ര ചെറിയ വേദിയാണെങ്കിലും അതൊരു വലിയ ഓസ്കാറിൻ്റെ വേദിയായി അല്ലെങ്കിൽ വലിയ ജ്ഞാനപീഠത്തിൻ്റെ വേദിയായിട്ടൊക്കെ പരിണമിക്കുന്നു നമ്മൾ കണ്ടിരുന്നിട്ടുണ്ട്. ഒരു ചെറിയ പുസ്തക പ്രകാശനത്തിനാണെങ്കിലും ഒരു ചെറിയ സാഹിത്യവേദിയിലാണെങ്കിലുമൊക്കെ MT വന്നിരിക്കുമ്പോഴേക്കും ആ വേദിയുടെ ഗരിമയും മഹിമയും ഒക്കെ വർദ്ധിക്കുകയും ആ വേദിയുടെ മഹത്വം ഉയരുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിലൂടെ എത്രയോ ദൂരം സഞ്ചരിച്ചൊരു മഹാമനുഷ്യൻ ഇതാ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അതീവ വേദനയോടുകൂടി ഹൃദയത്തിൻ്റെ അഗാധമായ തലത്തിൽ നിന്നുള്ള അതിവേദനയോടുകൂടി നമ്മൾ കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ആരൊക്കെയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്? യഥാ സേതുമാധവൻ കടന്നു പോകുന്നു, അസരവത്തിലെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നു, 4 കെട്ടിലെ അപ്പുണ്ണി കടന്നു പോകുന്നു, നമുക്ക് മുന്നിലൂടെ 2-ാം ഊഴത്തിലെ ഭീമൻ നടന്നു പോകുന്നു. MT നടന്നു നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലൂടെ നടന്നു നീങ്ങുന്നത് ഈ ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിതകാലവുമാണ്. മരണത്തിൽ അദ്ദേഹം സൂക്ഷിച്ച നിഷ്കർഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നതും അദ്ദേഹം സ്വാഭാവികമായിട്ടും പൊതുദർശനം ആഗ്രഹിച്ചില്ല എന്നുള്ളത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പൊതുദർശനം വെക്കരുതെന്നും പൊതുദർശനത്തിന് വെച്ച് റിത്തുകൾ വെക്കാൻ വേണ്ടി ആർക്കും വേണ്ടി അങ്ങനെ സിതാരയിലേക്ക് എത്തുകയാണ് MT വാസുദേവൻ നായർ. ആ വീട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ നിന്നുള്ള മടക്കയാത്ര അദ്ദേഹം ആ സുഖബാധയിൽ നിന്ന് മറികടന്ന് തിരിച്ചെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 15-ാം തീയതി അദ്ദേഹം ആശുപത്രി വാസത്തിലാകുമ്പോൾ. എന്നാൽ 10 ദിവസങ്ങൾക്കിപ്പുറം സിതാരയിലേക്ക് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ദേഹമാണ് എത്തുന്നത്. രഞ്ജിത്ത്.
സുജയ, തീർച്ചയായിട്ടും വളരെ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. സിതാരയുടെ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ തേടി അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ മറ്റു പ്രമുഖർ കാണാനെത്തുമ്പോഴൊക്കെ ഈ സിതാരയുടെ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷയായി, ഒരു കാരണവരായി ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കസേരയിൽ, ഒരു വളരെ പഴയ കസേരയിൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. ആ ഇരുത്തവും ഗൗരവപ്പെട്ട നോട്ടവും ആ ഒരു ഒന്നോ രണ്ടോ വാക്കുകളിലുള്ള പ്രതികരണവുമൊക്കെ നമ്മൾ എത്ര വിലപിടിപ്പുള്ളതായി കണ്ടിരുന്നു. ആ വിലപിടിപ്പുള്ള വാക്കുകളും നോട്ടവും പ്രതികരണവും ഒക്കെ ഇപ്പോഴിതാ ഇല്ലാതായിരിക്കുന്നു. ഒന്നും പ്രതികരിക്കാറില്ല MT, ഇനിയും പ്രതികരിക്കില്ല, ഇനി മേലിലൊരു പ്രതികരണവും ഉണ്ടാവില്ല എന്ന അവസ്ഥയിലേക്ക് ചലനമറ്റ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സിതാരയുടെ വീട്ടിനകത്തേക്ക് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് തന്നെ ആ ഭൗതിക ശരീരം സിതാരയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. രാഷ്ട്രീയ പരിച്ഛേദം നേതാക്കന്മാരൊക്കെ ഈ വേദി വീട്ടിലേക്ക് എത്തി. VS രഞ്ജിത്താണ് മൃതദേഹത്തെ അനുഗമിച്ച് ഒപ്പമുള്ളത്. സിത്താര എന്ന വീട്ടിലേക്ക് MT വാസുദേവൻ നായരുടെ മൃതദേഹം എത്തുകയാണ്. ഭൗതിക